നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സഭ അംഗീകരിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികർ, വിമത വൈദികർ നടത്തിക്കൊണ്ടിരിക്കുന്ന വൈദിക വിപ്ലവത്തിന് അവസാനം കുറിച്ചുകൊണ്ടുള്ള ഒരു നിർണായക ഘട്ടത്തിലാണ് ഇന്ന് സഭ. ഈ അവസരത്തിൽ സഭയോടൊപ്പം എല്ലാ കാലവും വിശ്വാസികൾക്ക് വേണ്ടി കൃത്യമായ നിലപാടുകളോടെ ശക്തമായി നിലകൊള്ളുന്ന എറണാകുളം അങ്കമാലി അതിരൂപത സംയുക്ത സഭാ സംരക്ഷണ സമിതിയുടെ സാരഥികൾ ഏതാനും ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളുമായിട്ടാണ് S4 മീഡിയ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടത്തുന്ന ഈ പ്രസ് കോൺഫറൻസിൽ സംഘടനയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് വർക്കി മത്തായി മുതിരേന്തി, വൈസ് ചെയർമാന്മാരായ ബേബി പൊട്ടനാനി, ജോണി തോട്ടക്കര, കുര്യാക്കോസ് പഴയമഠം, ജോസ് മാളിയേക്കൽ, ജോസഫ് അമ്പലത്തിങ്കൽ, ജനറൽ സെക്രട്ടറി ജിമ്മി പുത്തിരിക്കൽ എന്നിവരാണ് സംസാരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന വിഷയവുമായി നടക്കുന്ന കാര്യങ്ങൾ വളരെയേറെ സമയം നീണ്ടുപോയിട്ടും വിശ്വാസികളായ നമുക്ക് യാതൊരുവിധ കാര്യങ്ങളിലും എന്താണ് നടക്കുന്നതെന്നുള്ള അല്ലെ മാർപ്പാപ്പായും മെത്രാന്മാരും തമ്മിൽ സംസാരിച്ചതിൻ്റെ നിലപാടുകൾ എന്താണ്, അല്ലെ മാർപ്പാപ്പ ഈ പ്രശ്നത്തെ എങ്ങനെ കാണുന്നു എന്ന് ഞങ്ങളെ സിനഡ് പിതാക്കന്മാർ ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുക. 2022 ജനുവരിയിൽ ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. 2021 നവംബറിലാണ് ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപത അടക്കമുള്ള 35 രൂപതകളിലും നടപ്പാക്കാൻ സിനഡ് തീരുമാനിച്ചത്. അതിന് മാർപ്പാപ്പയുടെ അംഗീകാരവും ലഭിച്ചു. ഒരു സ്വതന്ത്ര സഭയായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെടുന്ന സീറോ മലബാർ സഭയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ഏകീകൃത കുർബാന നടപ്പായിട്ടില്ല. അതിന് തടസ്സം വന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ 2022 ജനുവരിയിൽ ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തി. അതിനുശേഷം ഞങ്ങൾ സമരങ്ങൾ നടത്തി, നിരാഹാരം നടത്തി, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും അതിനൊരു തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ 2 അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ രാജിവെച്ചു. മൂന്നാമത്തെ ആളാണ് ഇപ്പോൾ ബോസ്കോ പുത്തൂർ എന്ന് പറഞ്ഞ ആൾ, മെത്രാൻ. അദ്ദേഹം റോമിന് പോയിട്ട് വന്നതിന് ശേഷം എറണാകുളത്ത് വരാതെ തൃശ്ശൂരുണ്ട്. അദ്ദേഹവും റോമിൽ സംബന്ധിച്ച് എന്താണ്, വത്തിക്കാനിൽ നടന്നത് എന്താണ് എന്ന് ഇതുവരെ ഞങ്ങളെ ആരെയും അറിയിച്ചിട്ടില്ല. അതാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ ഇത് പറയാനുള്ള പ്രധാന കാര്യം. ഇത് വായിക്കാം. കഴിഞ്ഞ ആഴ്ച മാർപ്പാപ്പയെ സന്ദർശിച്ചപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളിൽ സഭാതലവൻ്റെ തീരുമാനം എന്താണെന്ന് വിശ്വാസികളെ നേരിട്ടറിയിക്കാൻ സ്ഥിരം സിനഡ് അംഗങ്ങൾ തയ്യാറാകണമെന്ന് സംയുക്ത സഭാ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ വസ്തുതകൾ ആൽമായരോട് പറയേണ്ട ഉത്തരവാദിത്തം പെർമനൻ്റ് സിനഡിനുണ്ടെന്ന് ചെയർമാൻ മത്തായി വർക്കി മുതിരേന്തി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സിനഡിൻ്റെയും മാർപ്പാപ്പയുടെയും മുൻ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഒരു വിഭാഗം വൈദികരുടെ നേതൃത്വത്തിൽ തന്ത്രപരമായ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ മാർപ്പാപ്പയുമായി അതിരൂപത വിഷയങ്ങൾ ചർച്ച നടത്തിയവർ തന്നെ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ വിശ്വാസികളോട് തുറന്നു പറയുന്നത് കുതന്ത്രങ്ങൾ മെനയുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരുവാനും വ്യാജവാദത്തുകൾക്ക് തടയിടുന്നതിനും സഹായിക്കും. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഈ മാസം അവസാനം സഭാ ആസ്ഥാനത്ത് തിരിച്ചെത്തിയാൽ ഉടനെ അതിരൂപതയിലെ വിഷയങ്ങളിൽ റോമിൻ്റെ തീരുമാനം വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചാൻസലർ ഫാദർ എബ്രാഹാം കാവേരിപ്പുഴയുടെ സംഘടന കത്ത് നൽകിയിട്ടുണ്ട്. സിനഡിൻ്റെയും മാർപ്പാപ്പയുടെയും ഇതുവരെയുള്ള തീരുമാനങ്ങൾക്കനുസരിച്ചും ഇപ്പോഴത്തെ യാത്രയുടെ അടിസ്ഥാനത്തിലും അതിരൂപതയിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാൻ സഭാ നേതൃത്വം തയ്യാറാകണം. ഇതുവരെയുള്ള മുഴുവൻ പ്രതിസന്ധികളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന അതിരൂപത കൂരിയ പിരിച്ചുവിട്ട് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ ഉൾപ്പെടുത്തി കൂരിയ പുനഃസംഘടിപ്പിക്കുകയാണ് കാര്യങ്ങൾ തീർക്കാനുള്ള ആദ്യ മാർഗം. അതിരൂപതയിലെ ചില ഇടവകളിൽ വിമതർ വൈദികർ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് പാരിഷ് കൗൺസിലും കേന്ദ്ര സമിതിയും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ
കുർബാന പ്രശ്നം തീരുന്നത് വരെ പള്ളികളിൽ ഇത്തരം കമ്മിറ്റികളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് നിർത്തിവെക്കാൻ അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശം നൽകണമെന്ന് സഭയിലെ മേജർ ആർച്ച് ബിഷപ്പും സ്ഥിരം സിനഡ് അംഗങ്ങളായ മെത്രാന്മാരും അടുത്തിടെ ഈ കുർബാന പ്രശ്നം സംബന്ധിച്ച വിഷയങ്ങൾ മാർപ്പാപ്പയുമായി ചർച്ച ചെയ്യുന്നതിന് കഴിഞ്ഞ ആഴ്ച റോമിൽ പോയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിമത വിഭാഗം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വിമത വൈദികരും അവരുടെ കൂട്ടാളികളും ചേർന്ന് ചില നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ മാർപ്പാപ്പയുമായി സംസാരിച്ച നമ്മുടെ സ്ഥിരം സിനഡ് മെത്രാന്മാർ എന്താണ് മാർപ്പാപ്പ സംസാരിച്ചതെന്ന് വിശ്വാസികളോട് പറയുക, ഏകീകൃത കുർബാന എത്രയും വേഗം അതിരൂപതയിൽ നിർബന്ധമായും നടപ്പിലാക്കുക, അതിരൂപതയിലെ ഇന്ന് നിലനിൽക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണക്കാരായ അതിരൂപത കൂരിയ പുനഃസംഘടിപ്പിക്കുക. ചില വിമത വൈദികർ ഇടവകകളിൽ അവരുടെ ഇഷ്ടക്കാരെ കുത്തി നിറച്ചുകൊണ്ട് പാരിഷ് കൗൺസിലും കേന്ദ്ര കമ്മിറ്റിയും രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെറ്റായ പരിപാടി കുർബാന പ്രശ്നത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ അനധികൃത പാരിഷ് കൗൺസിലും കേന്ദ്ര കമ്മിറ്റിയും രൂപീകരിക്കുന്ന പരിപാടി നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇന്ന് സംഘടനയുടെ ഭാരവാഹികൾ ഈ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനനുകൂലമായ ഒരു നടപടി സഭ മേലധികാരികളിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി.